ഹായ് ഹലോ എവ്രി വൺ, ഹിയർ ഐ ആം ദീപ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. ഇന്ന് നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് അഥവാ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവിനെ കൂട്ടുന്ന, നല്ല കൊഴുപ്പിൻ്റെ അളവിനെ കൂട്ടുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടും മുട്ടയാണ്. ഫുൾ എഗ്ഗായിട്ട് തന്നെ മുട്ടയുടെ മഞ്ഞ് ഉൾപ്പെടെ തന്നെ നമുക്ക് 1-2 എണ്ണം ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. ഓൾറെഡി ഞാൻ മുട്ടയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. കൂടാതെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു 10 മുതൽ 15 നമ്പർ എണ്ണത്തിൽപ്പെടുന്ന നട്ട്സ്, പല വിധത്തിലുള്ള നട്ട്സ്, വാൾനട്ട്, ആൽമണ്ട്, കപ്പലണ്ടി, പീനട്ട്സ്, കാഷ്യൂ, ഇതൊക്കെ നമുക്ക് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യാത്ത, നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ട് വരുമല്ലോ, അങ്ങനെ അല്ലാതെ പ്ലെയിൻ നട്ട്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. കൂടാതെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, ഇതുപോലെയുള്ള സീഡ്സുകൾ 1-2 ടീസ്പൂൺ ഡെയിലി എടുക്കാവുന്നതാണ്. അത് സാലഡിലോ ലൈം ജ്യൂസിലോ അല്ലെങ്കിൽ ലബാൻ, മോരും വെള്ളത്തിലൊക്കെ ആഡ് ചെയ്തിട്ട്, ഇനി അതും അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ ആഡ് ചെയ്തിട്ടാണെങ്കിലും ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഓയിലി ആയിട്ടുള്ള ഫാറ്റി ഫിഷസ്, അതായത് മത്തിയല, അങ്ങനെയുള്ള ഫിഷ്, ട്യൂണ, സാൽമൺ, ഇതുപോലുള്ള ഫിഷ് ഡെയിലി എടുക്കാം. കൂടാതെ ഒലിവ് ഓയിലൊക്കെ ഫുഡ് ഐറ്റത്തിൽ സാലഡ് ഡ്രസ്സിങ്ങിലൊക്കെ ആഡ് ചെയ്തിട്ട് ഒലിവ് ഓയിൽ എടുക്കുന്നതും ശരീരത്തിലെ HDLന്റെ അളവ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഫ്രൂട്ട്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാഡോ എന്നുള്ള ഫ്രൂട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്, അപ്പോൾ അതും ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ പറഞ്ഞാൽ യോഗട്ട്, തൈരും, അല്ലെങ്കിൽ തൈര് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് റിഡക്ഷൻകാരാണെങ്കിൽ, വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നവർ ലബാൻ എന്നുള്ള രീതിയിൽ കുറച്ച് ലോ കാലറി ആയിട്ട് ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഈ വക ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ HDL, ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡെയിലി ഉള്ള നമ്മുടെ വ്യായാമം എന്ന് പറയുന്നതും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.